1985 എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ശൃംഗേരിയിലെ ദക്ഷിണാംനായ ശ്രീ ശാരദാ പീഠത്തിൻ്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ആദിശങ്കരൻ സ്ഥാപിച്ച പ്രസിദ്ധമായ 4 അദ്വൈത പീഠങ്ങളിൽ ഒന്നാണ് ശൃംഗേരി മഠം. കർണാടകയിലെ ചിക്മംഗ്ലൂർ ജില്ലയിലെ തുംഗ നദിയുടെ കരയിലാണ് ഈ മഠം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ മുരുടേശ്വര യാത്രയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടേക്കാണ് വന്നത്. ഞങ്ങളകത്തേക്ക് കടന്നു. എത്ര വിശാലമായിട്ടുള്ള സ്ഥലമാണെന്നറിയോ മഠം. ഇതിൻ്റെ അകത്ത് 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, ഒരു മ്യൂസിയം, വേദപഠനശാലകൾ, പിന്നെ സമാധി മന്ദിരങ്ങൾ ഒക്കെ ഉണ്ട്. ഇത് വിദ്യാശങ്കര ടെമ്പിളാണ്. മഹാദേവനെ പൂജിക്കുന്നു. 14-ാം നൂറ്റാണ്ടിലാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. അത് വിജയനഗര രാജാക്കന്മാരുടെ കാലത്ത്. ഇവിടുത്തെ ഒറിജിനൽ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത് ആദിശങ്കരൻ തന്നെയാണ്. ഹിന്ദു പുരാണത്തിലെ എല്ലാ ദേവന്മാരെയും ദേവിമാരെയും ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നു. 4 വശത്തു നിന്നും ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. 4 കവാടങ്ങളുണ്ട് അതിന്. ഈ കാണുന്നതാണ് ശാരദാ പീഠം. ഇവിടെ വിദ്യാദേവിയെയാണ് പൂജിക്കുന്നത്. അദ്വൈത സിദ്ധാന്തത്തിന് യുക്തിഭദ്രമായ പുനരാവിഷ്കാരം നൽകിയ സന്യാസിയും ദാർശനികനുമായിരുന്നു ശ്രീ ശങ്കരാചാര്യർ. അദ്ദേഹം ആണ് ശൃംഗേരി മഠം സ്ഥാപിച്ചത്. ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ശ്രീ ശങ്കരചരിതം ഇവിടെ വ്യക്തമായി എല്ലാം ചിത്രത്തിൻ്റെ രൂപത്തിലും ശില്പത്തിൻ്റെ രൂപത്തിലുമൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. എല്ലാം കാണിച്ചു തരുന്നു. 8-ാം നൂറ്റാണ്ടിലാണ് ശ്രീ ശങ്കരാചാര്യർ ജീവിച്ചിരുന്നത്. കേരളത്തിലെ കാലടിയിലാണ് അദ്ദേഹം ജനിച്ചതെന്നറിയാലോ. 8 വയസ്സിനുള്ളിൽ തന്നെ 4 വേദങ്ങളും വേദാന്തങ്ങളും ഇതിഹാസങ്ങളും അദ്ദേഹം ഹൃദിസ്ഥമാക്കിയത്രേ. ഗുരുവിനെ അന്വേഷിച്ച് ഭാരതം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. പല സ്ഥലങ്ങളിലും പണ്ഡിതരുമായി ചർച്ചകളിലും സംവാദങ്ങളിലും പങ്കെടുത്തു. അദ്വൈത വേദാന്തത്തിന് ശാസ്ത്രീയമായ ഒരു അടിത്തറ നൽകിയത് അദ്ദേഹമാണ്. ഏകമേവ സത്യം എന്ന അദ്വൈത സിദ്ധാന്തം അദ്ദേഹം സ്ഥാപിച്ചതാണ്. സൗന്ദര്യലഹരി അടക്കം 60ഓളം സംസ്കൃത ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടത്രേ. ആദിശങ്കരൻ സ്ഥാപിച്ച 4 അദ്വൈത പീഠങ്ങൾ സൗത്തിൽ ശൃംഗേരി, ഈസ്റ്റിൽ പുരി, പടിഞ്ഞാറ് ദ്വാരക, വടക്ക് ബദ്രിനാഥ് എന്നിവിടങ്ങളിലാണ്. ഈ സ്തൂപമൊക്കെ പിന്നീട് പണിതതായിരിക്കും.
നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ, വളരെ കളർഫുള്ളാണ്. ഇതിവിടെയുള്ള കൃഷ്ണക്ഷേത്രമാണ്. വിശാലമായിട്ടുള്ളൊരു ഹോളാണ് കേട്ടോ. അവിടെയാണ് കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ട് പൂജിക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ മഠത്തിൻ്റെ ചരിത്രത്തിൽ ഉള്ള എല്ലാ സംഭവങ്ങളും ഫോട്ടോ ആക്കിയിട്ടും ചിത്രമാക്കിയിട്ടും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ചിത്രങ്ങളാണ്, കുറേ ഫോട്ടോസും ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്നും തുംഗാ നദിയുടെ തീരത്തേക്ക് നടന്നു. പുറകിൽ കാണുന്നതാണ് നമ്മുടെ ഗോപുരവും ക്ഷേത്രങ്ങളൊക്കെ കണ്ടില്ലേ. ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ വേണം അപ്പുറത്ത് ആശ്രമത്തിലേക്ക് പോവാൻ. ഇതാണ് തുംഗാ നദി. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ചുറ്റും കാടുകളാണ്, കൃഷിസ്ഥലങ്ങളുണ്ട്, കാടുണ്ട്. ഈ നദിയിൽ മുഴുവൻ മീനുകളാണ്, വലിയ വലിയ മീനുകൾ. ഞങ്ങൾ തലേന്ന് രാത്രി ഈ സന്ദർശകരൊക്കെ വന്നിട്ട് മീനുകൾക്ക് തീറ്റ കൊടുക്കണത് കണ്ടു. കണ്ടില്ലേ? മീനുകളെ കാണാനാണ് എല്ലാവർക്കും വലിയ താല്പര്യം, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഞങ്ങൾ ആശ്രമത്തിലേക്ക് നടന്നു. 250 ഏക്കറോളം സ്ഥലത്താണ് ഈ മഠം ഉള്ളത്. ഇവിടെ കൃഷിയുണ്ട്, കണ്ടില്ലേ? കവുങ്ങൊക്കെ കാണുന്നുണ്ടല്ലേ? അതുമാതിരി പശുക്കളെ വളർത്തുന്നുണ്ടത്രേ. പിന്നെ ആശ്രമത്തിൽ തന്നെ നമുക്ക് സന്ദർശകർക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടും അത്രേ, നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോഴത്തെ മഠാധിപതി ജഗദ്ഗുരു ശ്രീ ശ്രീ ഭാരതീ തീർത്ഥ മഹാസ്വാമിയാണ്. മഠാധിപതിയെ ശങ്കരാചാര്യർ എന്നാണ് വിളിക്കുന്നത്. സനാതനധർമ്മവും അദ്വൈത വേദാന്തവും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ മഠങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് ശങ്കരാചാര്യർ സ്വാമികളെ കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇതാണ് സ്വീകരണമുറിയിലേക്കുള്ള കവാടം. ഇത് സ്വീകരണമുറിയാണ്. എന്തൊരു ഭംഗിയാണല്ലേ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ക്ലോസ് ആയിട്ട് ചിത്രങ്ങളൊന്നും പകർത്താൻ പറ്റിയില്ല. അല്പം നടന്നാൽ കാലഭൈരവ ക്ഷേത്രമുണ്ട്. ഞങ്ങൾ അവിടേക്ക് പോയി അവിടെ ഒന്ന് തൊഴുതു. കാലഭൈരവ ക്ഷേത്രം
ഞങ്ങൾ തിരിച്ച് ഗോപുരത്തിനടുത്തേക്ക് നടക്കുകയാണ്. തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇവിടെ 2 ആനകളെ കണ്ടു. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ മഠത്തിലുള്ളത്. ഇവിടെ വന്നൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സും വളരെ ശാന്തമാവും. ഈ വീഡിയോ ഇവിടെ നിർത്തട്ടെ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.